ഇനി സ്റ്റാൻസ 7 ആണ്. സ്റ്റാൻസ 7 പറയണത് എന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻ ഇമിറ്റേറ്റ് അഡൾട്ട് ലൈഫ് ത്രൂ പ്ലേ. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ വലിയ ആളുകളുടെ പോലെ സാരിയൊക്കെ കൊടുത്ത് നോക്കുക, അങ്ങനെ ആ ഒരു അഡൾട്ട് ലൈഫിന് നമ്മൾ കളിയിലൂടെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. അത് ദാറ്റ് റിഫ്ലെക്ട്സ് ഏർലി വിസ്ഡം ആൻഡ് ഇൻസൈറ്റ്. സ്റ്റാൻസ 7 ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. ദ ലിറ്റിൽ ആക്ടർ ഹാസ് ഹിസ് പാർട്ട് അസൈൻഡ് ദ റുഡിമെൻറ്റ്സ് ഓഫ് ജോയ്സ് ആൻഡ് കെയർസ് ഓഫ് മെൻ. ലിറ്റിൽ ആക്ടറായിട്ടുള്ള കുട്ടികൾ നമ്മൾ എല്ലാം ഇങ്ങനെ നമ്മുടെ അഡൾട്ട് റോള് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളത്. അതായത് ദെയർ ഇന്നസെൻറ്റ് ഗെയിംസ് മിറർ ദ സ്റ്റേജസ് ഓഫ് അഡൾട്ട് ലൈഫ്. അതാണ് മൊത്തത്തിൽ തീം ആയിട്ട് വരുന്നത്. സ്റ്റാൻസ 7. Behold the child among his newborn blisses. Look at the child. Behold എന്ന് പറഞ്ഞാൽ look at the little kid among his newfound pleasures. newborn blisses എന്ന് പറഞ്ഞാൽ newfound pleasures. എന്തൊക്കെയാണ് newfound? A 6 years darling of a pygmy size. അപ്പോൾ അവനെ പിന്നെയും പറയാണ് ആ കുട്ടി 6 year ഒക്കെ ആയിട്ടുള്ള ഒരു പിഗ്മി സൈസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ടൈനി. an adorable little guy only 6 years old and teeny tiny. ഭയങ്കര ചെറുത്, അതാണ് പിഗ്മി സൈസ് എന്ന് പറയുന്നത്. See where mid work of his own hand he lies. Look where he sits among his playthings. ആ കളിക്കുന്ന ടോയ്സിൻ്റെ ഇടയിൽ. See where midst work of his own hand he lies. Fretted by sallies of his mother's kisses. അതായത് വിത്ത് ഹിസ് ഫേസ്, മുഖത്ത് മുഴുവൻ എന്താണ്, അമ്മയുടെ കിസ്സസ് ആണ്. ഫ്രെറ്റഡ് ബൈ സാലീസ് ഓഫ് ഹിസ് മദേഴ്സ് kisses. Face is covered with his mom's kisses. With light upon him from his father's eyes. അമ്മയുടെ കിസ്സാണ് മുഖത്ത് മുഴുവനും. അച്ഛൻ്റെ അച്ഛൻ്റെ അഡോറബിൾ ആയിട്ടുള്ള ഗെയ്സാണ് ഫിക്സ്ഡ് ഓൺ ഹിം. അച്ഛൻ ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് അപ്പോൺ ഹിം ഫ്രം ഹിസ് ഫാദേഴ്സ് ഐസ്. See at his feet some little plan or chart. അതായത് ലുക്ക് അറ്റ് ദി ഗെയിം ഹീ ഈസ് പ്ലാനിങ് ഔട്ട് ദർ ഓൺ ദ ഫ്ലോർ. ആൾ ചാർട്ട് ചെയ്യണം, ആൾ പ്ലാൻ ചെയ്യണ ഗെയിമാണ് അവൻ്റെ ഫീറ്റിൽ. ടോയ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടീനെ ഇമാജിൻ ചെയ്താൽ മതി. സം ഫ്രാഗ്മെൻറ്റ് ഫ്രം ഹിസ് ഡ്രീം ഓഫ് ഹ്യൂമൻ ലൈഫ് ഷേപ്ഡ് ബൈ ഹിംസെൽഫ് വിത്ത് ന്യൂലി ലേൺഡ് ആർട്ട്. അതായത് സം ഫ്രാഗ്മെൻറ്റ്, സം സ്ക്രാപ്സ് ഓഫ് ഹിസ് ചൈൽഡിഷ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്. ചൈൽഡിഷ് അണ്ടർസ്റ്റാൻഡിങ്, ആ കുട്ടിയായിരിക്കുമ്പോൾ അവൻ പെർസീവ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ലൈഫ്. that he is playing out with his new skill, newly learned art. അവൻ്റെ പുതിയ സ്കില്ലൊക്കെ വെച്ചിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എ വെഡിങ് ഓർ എ ഫെസ്റ്റിവൽ, എ മോർണിംഗ് ഓർ എ ഫ്യൂണറൽ. അതായത് ആൾ അഭിനയിച്ച് നോക്കുകയാണ് ഒരു വെഡ്ഡിങ്. ഹീ ഈസ് പ്ലേയിങ് പ്രിറ്റൻഡ്, ആക്ടിങ് ഔട്ട് വെഡ്ഡിങ്സ്, പാർട്ടീസ്, ഫ്യൂണറൽ, സോറോസ് ഒക്കെ. ആൻഡ് ദിസ് ഹാത്ത് നൗ ഹിസ് ഹാർട്ട് ആൻഡ് unto this he frames his song. അങ്ങനെ ഇപ്പം അവൻ നൗ ഗെറ്റിംഗ് കോട്ട് അപ്പ് ഇൻ വൺ ആൻഡ് ദെൻ സിംഗിങ് ഓഫ് അനദർ. അതായത് ഒരു കാര്യം ചെയ്യുന്നു, പിന്നെ unto he frames his song, പിന്നെ പാടാൻ പോകുന്നു. അങ്ങനെ then will he fit his tongue to dialogues of business, love or strife. അതിനുശേഷം ആൾ എന്ത് ചെയ്യുന്നു, he will play games to do with the worlds of business, love or അങ്ങനെ പല പല റോളുകളായിട്ട് അവനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ലോങ് എർ ദിസ് ബി ത്രോൺ എസൈഡ്. ബട്ട് നോട്ട് ഫോർ എ ലോങ്, അതൊരു കുറേ ലോങ് ടൈമിലേക്ക് അവൻ അത് ചെയ്യണ്ടില്ല. സൂൺ ഹീസ് ടോസ് ദോസ് ഗെയിംസ് എസൈഡ് ടു. പെട്ടെന്ന് അത് അവൻ മാറ്റിവെക്കുകയാണ്, ത്രോ എസൈഡ്. ആൻഡ് വിത്ത് ന്യൂ ജോയ് ആൻഡ് പ്രൈഡ് ദ ലിറ്റിൽ ആക്ടർ കോൺസ് അനദർ പാർട്ട്. എന്നിട്ട് പ്രൗഡ്ലി ഒരു ആക്ടറിൻ്റെ പോലെ, ലൈക്ക് ആൻ ആക്ടർ, ഹീ വിൽ ടേക്ക് ഓൺ അനദർ റോൾ. ആൻഡ് വിത്ത് ന്യൂ ജോയ് ആൻഡ് പ്രൈഡ് the little actor cons another part. അതായത് choose another, take another role. അതായത് പല പല റോൾ അവൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. filling from time to time his humorous stage. അതായത് ആൾ പ്രിറ്റൻഡ് ചെയ്യാണ് in turn to go through every experience of human life all the way up to old age. വയസ്സാവണ വരെയുള്ള എല്ലാം, അതായത് അമ്മയാവണു, മുത്തശ്ശിയാവണു, മുത്തശ്ശനാവണു, അങ്ങനെ. filling from time to time his humorous സ്റ്റേജ്, അവൻ്റെ ആക്ടിങ്ങിൻ്റെ സ്റ്റേജ്. വിത്ത് ഓൾ ദ പേഴ്സൺസ്, എല്ലാ സ്റ്റേജിലുള്ള മനുഷ്യനും. ഡൗൺ ടു പാൽസീഡ് ഏജ്, അതായത് പാൽസീഡ് ഏജ് എന്ന് പറയുന്നത് മറ്റേ ഓൾഡ് ഏജ് വരെ. ദാറ്റ് ലൈഫ് ബ്രിങ്സ് വിത്ത് ഹെർ ഇൻ ഹെർ എക്യുപ്പേജ്. അങ്ങനെ
ഫില്ലിങ് ഫ്രം ടൈം ടു ടൈം ഹിസ് ഹ്യൂമറസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇസ് കമ്പയർ ടു ദ സ്റ്റേജ്. ഞാൻ പറഞ്ഞല്ലോ, അവർ അഭിനയിക്കണല്ലോ തിയേറ്റർ, ആ സ്റ്റേജായിട്ട് കമ്പയർ ചെയ്യാതൊക്കെയാണ്. വേർ ഡിഫറെൻറ്റ് മൂഡ്സ്, ഹ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മൂഡ്സ് ആൻഡ് റോൾസ് ആർ ആക്റ്റഡ് ഔട്ട് ആസ് ഡിഫറെൻറ്റ് ടൈംസ് വിത്ത് ഓൾ ദ പേഴ്സൺസ് ഡൗൺ ടു പാൽസീഡ് ഏജ്. അതായത് ലൈഫ് ബ്രിങ്സ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഓർ ഓൾ കൈൻഡ്സ് ഓഫ് റോൾസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് വരെയുള്ള എല്ലാം അവൻ, പാൾസീഡ് എന്ന് വെച്ചാൽ വീക്ക്, ട്രെംബ്ലിങ് വിത്ത് ഏജ്, വയസ്സാകുമ്പോൾ ഇങ്ങനെ നമ്മൾ വിറയ്ക്കുമല്ലോ ആ സംഭവം. അപ്പം വയസ്സായ വരെയുള്ളത് അവനിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ലൈഫ് ബ്രിങ്സ് വിത്ത് ഹേർ ഇൻ ഹെർ എക്യുപ്പേജ് എന്ന് വെച്ചാൽ, എക്യുപ്പേജ് മീൻസ് ദ ട്രെയിൻ ഓർ ദ പ്രൊസഷൻ ഓഫ് തിങ്സ്, അങ്ങനെ ഒരു സീരീസ് ഓഫ് തിങ്സ് ദാറ്റ് കം അലോങ് വിത്ത് ലൈഫ്. അങ്ങനെ ലൈഫിൽ ചെറുപ്പം തൊട്ട് വയസ്സാവണ വരെ അങ്ങനെ ഓർഡറിൽ ട്രെയിനായിട്ട് വരുന്ന, ഓർഡറായിട്ട് വരുന്ന സീരീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതായത് ലൈഫ് ഇസ് ലൈക്ക് എ ഡ്രാമ, ഹി ഇമിറ്റേറ്റ്സ് ഇറ്റ്. ലാസ്റ്റ് രണ്ടുപേര് ആസ് ഇഫ് ഹിസ് ഹോൾ വൊക്കേഷൻ വേർ എൻഡ്ലെസ് ഇമിറ്റേഷൻ. ആസ് ഇഫ് ഇതൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുടെ ഒരു ഹോൾ വൊക്കേഷൻ, ആളുടെ ഒരു മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ വേർ എൻഡ്ലെസ് ഇമിറ്റേഷൻ. എങ്ങനെ ഗ്രോൺ അപ്സിനെ എൻഡ്ലെസ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ മെയിൻ ജോലി എന്നുള്ള രീതിയിലാണ് അവനിങ്ങനെ ഓരോ സമയത്ത് ഓരോ രീതിയിൽ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.